സൃഷ്ടി നാടകവേദിയിലെ സർവോത്തമ അഭിനേതാവായ പരമാത്മാ ശിവനും പ്രജാപിതാ ബ്രഹ്മാവിനുമൊപ്പം ജഗദംബ സരസ്വതിയുടെ പങ്ക് ഏറെ മഹത്വമുള്ളതാണ്. അവരുടെ മുഖമുദ്രയായ പവിത്രത, ദൃഢമായ തപസ്യ, പരമാത്മാവിനുമേലുള്ള ഇടമുറിയാത്ത നിശ്ചയം എന്നിങ്ങനെ വർണ്ണിക്കാവുന്നതിലേറെ മഹിമകൾക്കുടമ. അവരുടെ മുഖം പ്രകൃതിയിലെ ഒരത്ഭുത സൃഷ്ടിയായി മറ്റുള്ളവർക്കെന്നും കാണപ്പെട്ടു. ശിവനാലും ബ്രഹ്മാവാലും ജ്ഞാനത്താൽ നിറം ചാർത്തിയ അവരുടെ ആർദ്രമായ പുഞ്ചിരിയിൽ ദുഃഖത്തിന്റെ കണ്ണുനീർ തടസ്സപ്പെട്ടിരുന്നു. യോഗ തപസ്യയുടെ പ്രകാശരശ്മികൾ പ്രസരിക്കുന്ന ആ നിർമ്മല ദൃഷ്ടിയിലൂടെ ഏവരെയും യോഗത്തിന്റെ ചിറകുകളിലിരുത്തി ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഒരു അഹിംസാസേനയുടെ സേനാപതിയെന്നോണം ശക്തമായ ദിവ്യ വ്യക്തിത്വമായിരുന്നു മമ്മയുടേത്. തന്റെ സ്പർശനത്തിലൂടെ ആർക്കും ഇന്ദ്രിയങ്ങളാലുള്ള ചഞ്ചലതകൾ സമാപ്തമായ അനുഭവം നൽകിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്കായി വരുന്നവർക്ക് മുറിയിലേക്കു പ്രവേശിക്കുന്ന മാത്രയിൽ തന്നെ മമ്മയെ ഒരു തപസ്യാരഥമായോ ജ്ഞാനത്താൽ അലങ്കരിക്കപ്പെട്ട സാക്ഷാൽ സരസ്വതിയായോ കാണപ്പെടുമായിരുന്നു. ഭൂമിയും ആകാശവും മമ്മയുടെ ചലനത്തിൽ സൂക്ഷ്മമായ ദിവ്യനാദം മീട്ടിയിരുന്നു. പരമാത്മാവുമായുള്ള രാത്രിയിലെ ദീർഘനേര മിലനവേളകളിൽ ചന്ദ്രനുപോലും അസ്തമിക്കാൻ വിഷമമായിരുന്നു. അവർ തന്നെയായിരുന്നു ശ്രീ പാർവതി, പർവ്വതത്തിനു മുകളിലിരുന്ന് ശിവനെ തപസ്സു ചെയ്തവർ. ജ്ഞാനഗുണത്തിന്റെ ദൃഷ്ടിയാൽ അപാര സുന്ദരിയായ ഹിമരാജന്റെ പുത്രി ഗൗരി ഇവർ തന്നെയായിരുന്നു. പ്രജാപിതാ ബ്രഹ്മാവിന്റെ മുഖകമലത്തുനിന്ന് ശ്രവിച്ച പരമാത്മാവിന്റെ ദിവ്യജ്ഞാനം യജ്ഞവത്സർക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അവരെ പരിപാലിക്കുന്നതിന് നിമിത്തമാക്കപ്പെട്ടതും മമ്മ തന്നെയായിരുന്നു. പ്രജാപിതാ ബ്രഹ്മാവിന്റെ ഉയർന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രതിദിനം ജ്ഞാനവീണ മീട്ടുവാനുള്ള അധികാരം മമ്മയ്ക്കുണ്ടായിരുന്നു. ഇവർ തന്നെയാണ് ദുർഗാദേവിയുടെ രൂപം ധാരണ ചെയ്ത് യജ്ഞമാകുന്ന കോട്ടയുടെ സംരക്ഷണം ചെയ്തത്. ഭിന്ന ഭിന്ന സംസ്കാരങ്ങൾ കാഴ്ചവച്ച യജ്ഞവത്സരെ ഭട്ടിയിലിരുത്തി സംസ്കാര പരിവർത്തനം ചെയ്ത് ഉജ്ജ്വലമാക്കി മാറ്റി. ഓരോരുത്തരെയും ജ്ഞാനബിന്ദുക്കൾ കേൾപ്പിച്ച് അവർക്ക് ജ്ഞാനപാലന നൽകി. ഇവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ശീതളീമ, സന്തോഷീമ, അന്നപൂർണി. നാം ഏവരും എത്ര സൗഭാഗ്യശാലികളാണ്! എന്തെന്നാൽ നാം ഒരു ബ്രഹ്മകുമാരൻ അഥവാ ബ്രഹ്മകുമാരിയാണ്. സരസ്വതി പുത്രനോ പുത്രിയോ ആണ്. ഭൂമിയിൽ കാലുറപ്പിച്ചുകൊണ്ടും അവർ ഭൂമിക്ക് ഉപരിയായിരുന്നു. അവരുടെ ആധ്യാത്മിക ചേതനയും യോഗശക്തിയുടെ പ്രകാശവും മുന്നിൽ വരുന്നവർക്ക് തന്റെ ശരീരത്തെ മറന്ന് ആത്മബോധത്തിലേക്ക് പോകുവാൻ പ്രേരണ നൽകിയിരുന്നു. അവരിൽ ആധ്യാത്മിക ചേതനയുടെ തിരിതെളിയിക്കാൻ തീർച്ചയായും സാധിച്ചിരുന്നു. അല്പനേരത്തേക്കെങ്കിലും തമോഗുണി രജോഗുണി സംസ്കാരങ്ങൾ അലിഞ്ഞുപോയി പകരമായി സദോഗുണി സ്വഭാവം ഉണർത്തുവാൻ കഴിഞ്ഞു. ഇപ്രകാരമായിരുന്നു നമ്മുടെ പ്രിയങ്കരിയായ മാ ജഗദംബ സരസ്വതി 24 ജൂൺ 1965 മാതേശ്വരീജി തന്റെ നശ്വര ശരീരത്തെ ഉപേക്ഷിച്ച് മഹാപ്രയാണമാരംഭിച്ചു. എന്നാൽ അവരുടെ ഓർമ്മകൾ, ശക്തിശാലി പ്രകമ്പനങ്ങൾ ടേപ്പ് ചെയ്തുവച്ച സ്വരമാധുര്യത്തിലൂടെ അഥവാ മധുബന്റെ വായുമണ്ഡലത്തിലൂടെ ഇന്നും ഏവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ആഴമേറിയ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ജഗദംബ സരസ്വതിയുടെ ഈ സ്മൃതി ദിവസത്തിൽ മമ്മയ്ക്ക് നാം യജ്ഞവത്സരുടെ ശതകോടി പ്രണാമം സമർപ്പിക്കാം. ഓം ശാന്തി. उतर कर नैनों से दिल में समा जाओ। बच्चे पुकारते हैं मम्मा, फिर से धरती पर आ जाओ। यादों से उतर कर नैनों से दिल में समा जाओ।
बच्चे पुकारते हैं मम्मा, फिर से धरती पर आ जाओ, फिर से धरती पर आ जाओ, फिर से धरती पर आ जाओ। यादों से उतर कर नैनों में बच्चे पुकारते हैं मम्मा, फिर से धरती